നമസ്കാരം. ഇരണം കെട്ടവൻ തലമുട്ടയടിച്ചാൽ അന്ന് കല്ലുമഴ പെയ്യും എന്നൊരു പ്രയോഗമുണ്ട് മലയാളത്തിൽ. ഏതാണ്ട് അതുപോലെ തന്നെയാണ് ശിവൻകുട്ടിയുടെയും ഗോവിന്ദൻ്റെയും റഹീമിൻ്റെയും ഒക്കെ കാര്യം. എന്തായാലും ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി അടുത്തൊരു തുടർഭരണം ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഏതാണ്ടെന്നല്ല 101% ഉറപ്പായി കഴിഞ്ഞു. ആ ഒരു അവസ്ഥയിൽ മനോവ്യഥയുമായിട്ടിരിക്കുമ്പോഴാണ് ഇന്ന് ഒരു വാർത്ത പുറത്തു വരുന്നത്. ഈ വാർത്ത വരുന്നത് മധ്യപ്രദേശിൽ നിന്നാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കുംഭമേള വൈറൽ താരം ഈ കഴിഞ്ഞ മാസം കാമുകനുമായി കേരളത്തിലെത്തുകയും അവരുടെ വിവാഹത്തിന് പിതാവ് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ അഭയം തേടുകയും ചെയ്തു. വിവരം ഗോവിന്ദനും റഹീമും ശിവൻകുട്ടിയും ഒക്കെ അറിയുന്നു. അവരവിടെ പറന്നെത്തുന്നു. ഇവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ക്ഷേത്രത്തിൽ വെച്ച് ഇവരുടെ വിവാഹം നടത്തി കൊടുക്കുന്നു. ഒരു കാരണവരുടെ സ്ഥാനത്ത് നിന്ന് വിവാഹം നടത്തി കൊടുത്തവർക്ക് കൈപിടിച്ചു കൊടുത്തത് ഗോവിന്ദനാണ്. റഹീമും ശിവൻകുട്ടിയും ഒക്കെ അവിടെ സന്നിഹിതരായിരുന്നു. ഇടതുപക്ഷ സൈബർ കമ്മികളൊക്കെ അവിടെ സന്നിഹിതരായിരുന്നു. പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ, അതായത് ഇടതുപക്ഷ സമൂഹ മാധ്യമങ്ങളിലൊക്കെ നമ്മുടെ ഈ ഇടതുപക്ഷ നേതാക്കൾ ഗോവിന്ദനും റഹീമും ഒക്കെ ചെയ്ത ചെയ്തികൾ വലിയ ഒരു മഹത്തായ കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കുകയും ഒക്കെ ചെയ്തു. എന്നാൽ അതിനുശേഷമാണ് പ്രായപൂർത്തിയായിട്ടില്ല എന്നുള്ള ഒരു വിവരം പുറത്തു വരുന്നത്. അതോടുകൂടി ഇവിടെ അച്ഛൻ നാട്ടിലേക്ക് പോയി അവിടെ അവരുടെ നാട്ടിൽ ചെന്ന് പോലീസിൽ പരാതി കൊടുക്കുന്നു. പിന്നീട് അവളുടെ കാമുകനും കൂടി തങ്ങൾക്ക് നേരെ കടുത്ത സൈബർ ആക്രമണം നടത്തുന്നുണ്ട് ചില ആൾക്കാർ, അതുകൊണ്ട് അതിൽ നിന്ന് സംരക്ഷണം വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പത്രസമ്മേളനം നടത്തി. അതുമാത്രമല്ല, തനിക്ക് 18 വയസ്സായിട്ടുണ്ട്, പ്രായപൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ രേഖകളും ഈ പത്രസമ്മേളനത്തിൽ ഹാജരാക്കി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഏറെക്കുറെ എല്ലാവരും മറന്നിരുന്നു. അപ്പോഴേക്കും ഇന്നലെ തെരഞ്ഞെടുപ്പും കഴിഞ്ഞു. പക്ഷേ ഇന്ന് മധ്യപ്രദേശിൽ നിന്ന് പുറത്തു വരുന്ന വാർത്ത, മധ്യപ്രദേശിലെ മഹേശ്വർ പോലീസ് സ്റ്റേഷനിൽ ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഫർമാൻ ഖാനെതിരെ, അതായത് ഈ കാമുകൻ, ഇപ്പോഴത്തെ ഭർത്താവ് ഫർമാൻ ഖാനെതിരെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ പോക്സോ ആക്ട് ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മഹേശ്വർ പോലീസ്. ഇത് ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ ഒരു നിർദ്ദേശപ്രകാരമായിരുന്നു ഒരു അന്വേഷണം നടന്നത്. അവർ അന്വേഷണം നടത്തിയപ്പോൾ ഈ പെൺകുട്ടി ജനിച്ചത് 2009 എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മഹേശ്വറിലുള്ള ഒരു സർക്കാർ ആശുപത്രിയിലാണ് ജനിച്ചത്. അവൾക്ക് 16 വയസ്സും 2 മാസവും മാത്രമായിരുന്നു ഈ വിവാഹം നടക്കുന്ന സമയത്തെ പ്രായം. അങ്ങനെ വരുമ്പോൾ ഈ ഗോവിന്ദനും റഹീമിനും ശിവൻകുട്ടിയും ഒക്കെ ആപ്പിലാകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും. അതായത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവിന് പറ്റിയ ഒരു കാര്യമാണോ ഇത്? ഒരു രാഷ്ട്രീയ നേതാവ്, ഇവിടെ എത്രയോ കോൺഗ്രസിലെ രാഷ്ട്രീയ നേതാക്കൾ, BJPയിലെ രാഷ്ട്രീയ നേതാക്കൾ, ലീഗിലെ രാഷ്ട്രീയ നേതാക്കൾ, കേരള കോൺഗ്രസ് ബ്രാക്കറ്റ് പാർട്ടിയിലെ രാഷ്ട്രീയ നേതാക്കൾ, ഇവരൊക്കെ ഉണ്ട്. ഇവരൊന്നും ഇത്തരം വിഷയങ്ങളിൽ ഇടപെടാറില്ല. പക്ഷേ ഇത്രയും നാണം കെട്ട ഒരു പ്രവൃത്തികൾ കാണിക്കുന്നത് ഇതുപോലെയുള്ള ഈ ഇടതുപക്ഷ നേതാക്കളും അവരുടെ അണികളുമൊക്കെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവരെ ഇത്രയധികം വിമർശിക്കുന്നതും ഇവരെ ഇത്രയധികം വെറുക്കുന്നതും. കാരണം ഇവരെ പോലെയുള്ളവരെ ഈ സമൂഹത്തിന് ആവശ്യമില്ല. ഇവർ ചെയ്യുന്നത് എന്താണ്? ഇവിടെ എത്രയോ തൊഴിലിടങ്ങൾ ഈ ചെങ്കോടകം കുത്തി പൂട്ടിച്ചു കഴിഞ്ഞു. ഈ ഇളമരം കരീം എന്നൊരു വ്യക്തി ഇല്ലാതിരുന്നെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൽ ഇന്നും പല തൊഴിലിടങ്ങളും നിലനിന്നേനെ. ആനത്തലവട്ടം ആനന്ദനെ പോലെയുള്ള ഒരു നേതാവ് ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഒരുപാട് തൊഴിലിടങ്ങൾ ഇപ്പോഴും ഇവിടെ നിന്നേനെ. പക്ഷേ ഇവിടെ ചെങ്കോടകം കുത്തി പൂട്ടിച്ചതെല്ലാം കമ്മ്യൂണിസ്റ്റുകാരാണ്, CPMകാരാണ്. അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും ഇവിടെ ഒരു തൊഴിലിടങ്ങളും പൂട്ടിച്ചിട്ടില്ല. അതാണ് ഇവിടെ എത്രയോ നേതാക്കളുണ്ട്, അവർക്കൊക്കെ ഈ വിഷയത്തിൽ ഇടപെടാം. പക്ഷെ അവരൊന്നും ഈ വിഷയത്തിൽ ഇടപെട്ടില്ല. അങ്ങനെ അവരെ സമീപിച്ചിരുന്നെങ്കിൽ പോലും അവർ ആ വിഷയത്തിൽ ഇടപെടാൻ തയ്യാറാകുമായിരുന്നില്ല. കാരണം ഇത് ഇത്രയേറെ നാണം കെട്ടൊരു കേസ്. MP ഗോവിന്ദനൊക്കെ തലയ്ക്ക് വെളിവില്ലാത്ത ഒരാളാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം, ഫർമാൻ ഖാൻ ഒരു മുസ്ലിമാണ്, ഒരു ഹിന്ദുവാണ്. ഒരു മുസ്ലിമും ഹിന്ദുവിൻ്റെയും കൂടെ ഒരു വിവാഹം നടത്തി കൊടുത്താൽ അത് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനമാണത് നടത്തി കൊടുത്തത്, ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളാണ് അതിന് മുൻകൈയെടുത്തത് എന്നൊക്കെയുള്ള ഒരു തോന്നൽ ചിലർക്കുണ്ടാവും. അതുമാത്രമല്ല, ഇത് യുവതലമുറയെ വഴിതെറ്റിക്കാനുള്ള ഒരു തന്ത്രം കൂടിയാണ്. അതായത് മയക്കുമരുന്നിനെയും ഇതുപോലെയുള്ള വേടനെ സപ്പോർട്ട് ചെയ്യുന്നതിലൂടെ മയക്കുമരുന്നിനെയും പീഡനത്തെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇവരെ പോലെയുള്ള നേതാക്കന്മാരാണ്. കാരണം അവർക്ക് എപ്പോഴും ഇത്തരക്കാർ മാത്രമേ ഈ പാർട്ടിയിൽ നിൽക്കൂ. അല്പമെങ്കിലും ചിന്താശേഷിയുള്ള ഒരു വ്യക്തി ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തുടരില്ല. അവർക്കെല്ലാം വ്യക്തമായൊരു രാഷ്ട്രീയ ചായ്വ് ഉണ്ടായിരിക്കാം, നിഷ്പക്ഷരായിരിക്കാം. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അല്പമെങ്കിലും ജീവിക്കാൻ സാമ്പത്തിക സ്ഥിതിയുള്ളവൻ, ജീവിത നിലവാരം മെച്ചപ്പെട്ടവൻ, അങ്ങനെയുള്ളവരൊന്നും ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കില്ല. കാരണം എപ്പോഴും ദാരിദ്ര്യവും
അതുപോലെ വർഗീയതയും പറഞ്ഞാണ് ഈ പാർട്ടി നിലനിൽക്കുന്നത്. സാമ്പത്തികമായി മെച്ചപ്പെട്ടവന് ഒരിക്കലും വർഗീയതയെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല, ഒരിക്കലും മയക്കുമരുന്നിനെക്കുറിച്ചോ മദ്യത്തെക്കുറിച്ചോ ചിന്തിക്കേണ്ട കാര്യമില്ല. അവരൊക്കെ അവരുടെ തൊഴിൽ ചെയ്ത് വളരെ സന്തോഷമായി മുന്നോട്ട് പോകും. പക്ഷേ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന പാർട്ടിയിൽ അണികളില്ലാതാകും, ചെങ്കോണകം പിടിക്കാനും ചെങ്കോണകം കുത്താനും ആളുകളില്ലാതാകും. അതുകൊണ്ട് വർഗീയതയും ഇതുപോലെയുള്ള മയക്കുമരുന്ന് കേസുകളും ഒക്കെ ഇവർക്ക് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇവരോടൊപ്പം ആൾക്കാർ നിൽക്കൂ. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, എപ്പോഴും അക്രമ സ്വഭാവം കാണിക്കുന്നത് SFI, DYFI, CPM, CITUക്കാരാണ്. മറ്റുള്ള തൊഴിലാളി സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും ഒക്കെ ഉണ്ടെങ്കിലും ഇവരാണ് ഏറ്റവും കൂടുതൽ അക്രമാസക്തരാകുന്നത്. ഒരിക്കലും മര്യാദയുടെ ഭാഷ അവർക്കറിയില്ല. അതുപോലെയാണ് ഇവരുടെ ഓരോ പ്രവൃത്തികളും. ഇപ്പോൾ ഈ വിവാഹം കഴിച്ചു കൊടുത്തതോടുകൂടി എന്തോ ഒരു വലിയ സംഭവം ചെയ്തു എന്നുള്ളതാണ് ഗോവിന്ദൻ്റെയൊക്കെ ഒരു ചിന്ത. പക്ഷേ എന്തായാലും പൂട്ട് വീണ് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കൂട്ടുപ്രതിയാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. കാരണം ഈ മുളയ്ക്കും ഫർമാൻ ഖാനും കേരളത്തെക്കുറിച്ച് അറിയില്ല. അത് മാത്രമല്ല, ഈ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് സർവ്വ പിന്തുണയും നൽകിയതും ഈ പറയുന്ന MP ഗോവിന്ദനും കമ്മ്യൂണിസ്റ്റ് നേതാക്കളുമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കേരളം വിട്ടുപോകാൻ ഇഷ്ടമില്ല എന്നുകൂടി പറഞ്ഞു വെച്ചു എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. എന്തായാലും ഈ ദേശീയ പട്ടികജാതി കമ്മീഷൻ അന്വേഷണം നടത്തി ഈ പരാതിയിൽ കഴമ്പുണ്ട്, അതായത് ഇവരുടെ അച്ഛൻ്റെ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് കണ്ടതോടുകൂടിയാണ് മഹേശ്വർ പോലീസ് കേസെടുത്തത്. ഫർമാൻ ഖാനെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ മധ്യപ്രദേശ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഈ കേസിൽ എന്താണ് നടപടികൾ ഉണ്ടാകുന്നത് എന്ന് കണ്ടു തന്നെ അറിയാം.